സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ജാഗ്രത. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പനി പടരുന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അനഘ നരിക്കുനി ചേരുന്നുണ്ട്. അനഘ, സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയുടെ ജാഗ്രത തുടരുകയാണ്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, അല്പം ആശങ്ക നിറഞ്ഞതും അതുപോലെ തന്നെ ഗൗരവത്തോടു കൂടിയും കാണേണ്ട ഒരു കാര്യമാണ് ഈ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നു എന്നത്. മഴക്കാലം തുടങ്ങിയതോടെ സംസ്ഥാനത്തൊന്നാകെ ഡെങ്കിപ്പനി രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. രണ്ടാഴ്ചക്കിടെ 1,00,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. അതായത് അത് പനിയാണ്, ഡെങ്കിപ്പനിയല്ല. 14 പേർ വിവിധ പനികൾ ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പനി നിസാരമായി കാണരുത് എന്നൊരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. മറ്റു ജില്ലകളെക്കാൾ കൂടുതൽ സംസ്ഥാനത്ത് എറണാകുളം ജില്ലയുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ് കൂടുതലായും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് കൊച്ചിയിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചതായി സംശയമുണ്ട്. അതിപ്പോഴും വെസ്റ്റ് നൈൽ തന്നെയാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കുമ്പളങ്ങി സ്വദേശിയായിട്ടുള്ള 65-കാരനാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡെങ്കിപ്പനിക്ക് പുറമെ മഴക്കാലം ശക്തമായതോടുകൂടെ വിവിധ പനികളും സംസ്ഥാനത്ത് പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം പനി ബാധിച്ചവരുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 10,000-ലും അധികം പേരാണ്. ഇതിൽ 63 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണ പനിക്ക് മാത്രം 10,000-ലധികം പേർ ചികിത്സ തേടുമ്പോൾ ഡെങ്കിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അല്പം ആശങ്ക പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അല്ലെങ്കിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ പ്രശ്നം വലിയ ശക്തമായ ഒരു പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ കാലവർഷം കനത്തതോടുകൂടി അത്തരത്തിലുള്ള രീതിയിലേക്ക് പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ മുൻപിൽ കണക്കിലെടുത്ത് കലക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ടുള്ള യോഗം ചേരുകയും എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തിയിരുന്നു. 148 പേർ ഡെങ്കിപ്പനിയാണെന്നുള്ളൊരു സംശയം, അത് സ്ഥിരീകരണമല്ല, സംശയിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയൊരു സാഹചര്യം കൂടെയുണ്ട്. ഡെങ്കിപ്പനി എലിപ്പനിയുമാണ് കൂടുതൽ അപകടകാരികളെന്നും ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. 13 ദിവസത്തിനിടെ 586 പേർക്ക് രോഗം ബാധിക്കുകയും 1,783 പേര് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ട്. ഒരു വർഷം, അതായത് ഈ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8 അപ്പോൾ ഡെങ്കിപ്പനിയെ അതീവ ജാഗ്രതയോടുകൂടി തന്നെ കാണണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതുപോലെ എലിപ്പനി ബാധിച്ച് ചികിത്സയിൽ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഒരു വർഷത്തിനിടെ 25 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാലവർഷം കനത്തതോടുകൂടെ ഇത്തരത്തിൽ പനികൾ വർദ്ധിക്കുന്നതോടുകൂടെ കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുകയും രോഗം വന്നാൽ ചികിത്സ സ്വയം നമ്മൾ നടത്തരുതെന്നുമൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പും ഒക്കെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാലവർഷം ഇനിയും കനക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. കാരണം ജൂൺ ഒരു പകുതിയിൽ എത്തിയതേ ഉള്ളൂ. അപ്പം മഴ ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവുമായി മുൻപോട്ട് പോകാനാണ് പറയുന്നത്. കൊച്ചിയിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പനികൾക്ക് പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി പോലെയുള്ള പനികളും വരുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ആതിര. അനഘ, അതുപോലെ തന്നെ മഴക്കാലമാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, ജാഗ്രതകളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിൽ തീർച്ചയായും പ്രധാനമായും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, കൊതുക്, അതായത് ഡെങ്കിപ്പനി പരത്തുന്ന ഈഡീസ് കൊതുകിന് അല്പം വെള്ളം മാത്രം മതി ഇത് പെരുകുന്നതിനാവശ്യമായി. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്, അതിന് അനുവദിക്കരുത്. അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ അലക്ഷ്യമായി റോഡുകളിലും മറ്റും വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം മാലിന്യങ്ങളിൽ പുഴുക്കളും കൊതുകുകളും ഒക്കെ വന്ന് വിവിധ രോഗാണുക്കൾ രോഗം പരത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് പാടെ ഒഴിവാക്കണം. മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യണം. ഓട വൃത്തിയാക്കണം. വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ എവിടെയും അനുവദിക്കാതിരിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ സമീപിക്കുക. അങ്ങനെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നത് തടയുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളൊരു ലക്ഷ്യം. അതായത് മഴക്കാലം
ആയിക്കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ ആളുകളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. കൊതുക് പെരുകുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക, കൊതുകിനെ പൂർണ്ണമായി ചെറുത്തു നിൽക്കുക, അതിന് പരിസരങ്ങൾ വൃത്തിയാക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പ്രധാനമായും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ആതിര, വ്യക്തമാണ് അനഘ. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ജാഗ്രത തുടരുകയാണ്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പനി പടരുന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അനഘ നരിക്കുനി.